ഡോക്ടർ ഈശ്വരൻ, മയക്കുവെടി അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഒന്നുമില്ലേ? മാത്രമല്ല, ഇപ്പോൾ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രം നോക്കിക്കാണുന്നു. മൃഗങ്ങൾക്കുള്ള ആന, അതുപോലെ കരടി, അതുപോലെ മൃഗങ്ങൾക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ നമ്മൾ ബോധപൂർവം വിസ്മരിക്കുന്നു. പ്രയോറിറ്റി കൊടുക്കുന്നത് ജനങ്ങളുടെ കാര്യത്തിലാണ്. അങ്ങനെ ഒരു ആക്ഷേപവും മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പല വിഷയത്തിലും ചിലപ്പോൾ മനുഷ്യരുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ടാവും. ഈ വിഷയത്തിൽ ഇപ്പോ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിൽ ഒരു ആന ഇടഞ്ഞത് പോലത്തെ ഒരു അവസ്ഥയാണ്. ഒരു പട്ടണത്തില് ആന, ഒരു കൊമ്പനാന വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ പാലക്കാടൊക്കെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ആനക്കൂട്ടമാണ്. അതിന്റെ ബിഹേവിയർ വളരെ വ്യത്യസ്തമാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കൊമ്പനാനയുടെ ബിഹേവിയർ എപ്പോഴാണ് അത് മാറുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, അമ്പലത്തില് ഈ നാട്ടാനകളുടെ കാര്യത്തില് പലപ്പോഴും സംഭവിക്കുന്നതാണ്. വളരെ ശാന്തനായിരിക്കുന്ന ആനകളാണ് വളരെ പെട്ടെന്ന് പ്രകോപിതരായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് വന്നൊരു കൊമ്പൻ എന്നുള്ള നിലയിൽ അതിനെ തിരിച്ച് നമ്മൾ കാട്ടിലേക്ക് ഓടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഒന്നാമത് ആൾക്കാരുടെ ഈ ബഹളവും കാരണമൊക്കെ തന്നെ അത് ഭയപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ്. മറ്റൊന്നുള്ളത് ഇപ്പൊ 144 പ്രഖ്യാപിച്ചിട്ട് അവിടെ ആൾക്കാരെ മാറ്റി നിർത്താം എന്നല്ലാതെ ആ പ്രദേശത്തുള്ള മറ്റൊരുപാട് അപകടങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി ഒരു അപകടമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് പോസ്റ്റ് തള്ളിയിടുകയാണെങ്കിൽ അത് അപകടമാണ്. പക്ഷെ ഇതൊന്നും നമുക്കൊരു പട്ടണത്തിലെ മുഴുവൻ കറണ്ട് ഓഫ് ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിട്ട് ആനയെ തുരത്താൻ കഴിയില്ല. കാരണം അവിടുത്തെ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ളത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ആ രീതിയിൽ ഈ ഒരു കേസിനെ അങ്ങനെ തന്നെ കാണണം. ഒരു കാട്ടാന നാട്ടിലിറങ്ങി പട്ടണത്തിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കവിടെ ഒരു കാലതാമസം അതിനെ അവിടുന്ന് മാറ്റുന്നതിന് എടുക്കുന്നത് അത്ര അഭികാമ്യമല്ല. അത് ആനയുടെയും മനുഷ്യന്റെയും സേഫ്റ്റി, രണ്ടിന്റെയും വെൽഫെയർ കമ്പയർ ചെയ്യുമ്പോൾ അത് തന്നെയാണ് അതിന്റെ ശരിയായ ഒരു തീരുമാനം. പിന്നെ ഈ ഓവർഡോസ് എന്ന് പറയുന്നത് സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ്. ഒരു കാര്യമൊന്നുമില്ല. കാരണം നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കൊക്കെ തന്നെ 10 അല്ലെങ്കിൽ അതിലും ഇരട്ടി ഡോസ് ചെയ്താൽ പോലും മരണത്തിലേക്ക് നയിക്കാത്ത മരുന്നുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല ഡോക്ടർ, ഒറ്റ കാര്യം, ഇത് പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടു എന്ന ആക്ഷേപമുണ്ടല്ലോ, അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർ പറയുന്ന പ്രോട്ടോകോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു മൃഗത്തിനെ ഒരു നാട്ടിലിറങ്ങിയ മൃഗം അല്ലെങ്കിൽ കാട്ടിലൊരു മൃഗത്തിനെ അതിനെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ബയോളജിസ്റ്റ് അല്ല, ശരിക്കും എക്കോളജിസ്റ്റ് ആണ് അതിനകത്ത് വരേണ്ടത്. അവരുൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് പരിശോധിക്കുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ അവിടുന്ന് റെസ്ട്രെയിൻ ചെയ്ത് മാറ്റുക, പിടിച്ചു മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ അത് മയക്കുവെടി വെച്ച് വേണോ അല്ലെങ്കിൽ കുരുക്കിട്ട് പിടിച്ചു മാറ്റണോ എന്നുള്ളൊരു കാര്യത്തിലേ ഉള്ളൂ ഒരു വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഡോക്ടർ ഉണ്ടാവണം, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വെഹിക്കിൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനുള്ള പരിചയസമ്പന്ന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പ്രോട്ടോകോളിൽ പറയുന്നത്. അതല്ലാതെ ആനയെ അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങിയ ഒരു വന്യമൃഗത്തിനെ ട്രാങ്കുലൈസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രോട്ടോകോൾ ഇല്ല. കാരണം ആൾക്കാർക്കും മൃഗത്തിനും അപകടം ഉണ്ടാകാത്ത രീതിയിൽ അതിനെ പിടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് ആ പ്രോട്ടോകോൾ എന്ന് പറയുന്ന സാധനം. അതായത് സ്ഥലങ്ങളുടെ സാധ്യതകളും കൂടി പ്രശ്നങ്ങളും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ പോകേണ്ടത്. അതിനകത്തൊരു ബയോളജിസ്റ്റ് വെടിവെച്ചു. ഈ വെടിവെക്കുക എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യന്റെ കാര്യത്തില് ഡോക്ടർമാരല്ല ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇവിടുത്തെ നഴ്സുമാരോ അല്ലെങ്കിൽ അവിടുത്തെ പാരാ ആൾക്കാർ തന്നെയല്ലേ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഡോക്ടർ കൊടുത്താലും വേറെ ആര് ഈ മയക്കുവെടി വയ്ക്കുക, ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് എവിടെ കൊള്ളുന്നു, ആ കൊള്ളുന്ന സ്ഥലത്തിന്റെ ഇതൊന്നും ഡോക്ടറായാലും നിയന്ത്രിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതില് ഡോക്ടർ പോയി ചെയ്തില്ല എന്ന് പറയുന്നത് കാരണം ആ പ്രോസസ്സിൽ ആ ടെറൈനിൽ ചെയ്യുന്നതിന് എല്ലാവർക്കും എക്സ്പെർട്ടൈസ് ഉണ്ടാവണമെന്നില്ല. ഡോക്ടർ ചികിത്സിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം നടത്തുന്ന ഒരാളാണ്. അല്ലാണ്ട് മയക്കുവെടി വയ്ക്കുന്നത് ഡോക്ടറുടെ പർവ്വപ്പെട്ട ഒരു കാര്യമല്ല. അതിനുവേണ്ട ഡോസ് തീരുമാനിക്കുകയും മയക്കുവെടിക്ക് ശേഷം ആനിമലിനെ മാനേജ് ചെയ്യുന്നത് മാത്രമേ ഡോക്ടറെ കേൾക്കാൻ കഴിയൂ. അല്ലാണ്ട് ആനിമലിന്റെ അടുത്ത് പോയിട്ട് അതിനെ ഡോക്ടർ തന്നെ വെടിവെക്കണം എന്ന് പറയുന്നതിൽ യാതൊരു ന്യായീകരണമുള്ളൊരു കാര്യം ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ അത് തുടക്കകാലത്ത് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അത്രയും റിസ്ക് എടുത്തത് എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ എന്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ചീരാൻ സാറും പടിക്കർ സാറും ഒക്കെ അത് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതല്ലാണ്ട് ആ പറയുന്നതിൽ യാതൊരു കേട്ടോ ഒരു പ്രോട്ടോകോൾ ലംഘനം. പക്ഷെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്തതിന് മുമ്പേ വേണ്ട പരിശോധനകൾ നടത്തുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ടെന്നല്ലാതെ ഒരു പ്രോട്ടോകോൾ ലംഘനമൊന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പൊ ഇത് ഒറ്റയാനാണ്, കൊമ്പനാനയാണ് എന്നുള്ളത് ഇത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന്റെ ബിഹേവിയർ ഒരിക്കലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല. ഗ്രൂപ്പ് ആണെങ്കിൽ ഇത് ഇത്രയും ബഹളമില്ലാതെ മാനേജ് ചെയ്യാൻ കഴിയുന്നു. ഗ്രൂപ്പിന്റെ ഒരു ബിഹേവിയർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു ലീഡർ ഉണ്ടാവും, അതിനെ വെച്ചിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാൻ. രാജേഷ് വടക്കുന്നിറ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
താങ്കളുടെ തീർച്ചയായും ഉണ്ട്. താങ്കളുടെ സംശയം ദൂരീകരിക്കപ്പെട്ടോ? ഇല്ല 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 ഇല്ല. ഈശ്വരൻ സാർ ഒരു എക്സ്പേർട്ട് ആണ്, വൈൽഡ് ലൈഫിലെ കുറെ കാലം സെർവ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷെ ഒരുപാട് ഒറ്റപ്പെട്ട ഇൻസിഡൻസ് ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആനകൾ നമ്മൾ കോങ്ങാട് ടൗണിലൊക്കെ എത്രയോ പ്രാവശ്യം ഇറങ്ങി നടന്നു പോയിട്ടുണ്ട്. പകൽ നേരത്ത് ഒരു പ്രൊവക്കേഷൻ ഉണ്ട്, അവിടുത്തെ ജനങ്ങൾ ഒരിക്കലും ഒരു പ്രൊവക്കേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആനയെ ഉടനെ ട്രാങ്ക്ലൈസ് ചെയ്യണം എന്ന് ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ആ സംഭവമാണ് ഞാൻ പറഞ്ഞ. ഒറ്റ ആന ഇറങ്ങി എത്രയോ പ്രാവശ്യം കല്ലടിക്കോട് മലയെന്ന് കേരളശ്ശേരി വരെ നടന്നു പോയിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് അല്ല, ഒരുപാട് പ്രാവശ്യം. അതുപോലെ തന്നെ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വയനാടൻ മോഴ. രാജേഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. അരുൺ സക്രേ സാർ അതിനെ ട്രാങ്ക്ലൈസ് ചെയ്തിട്ട് പറമ്പിക്കുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പറമ്പിക്കുളത്ത് പെർമിഷൻ കിട്ടിയില്ല. പൊള്ളാച്ചി വഴിക്ക് പോകുന്നതുകൊണ്ട് പെർമിഷൻ കിട്ടാതെ പാലക്കാട് ഒലോക്കോട് സ്റ്റേഷനിൽ അവിടെ കൊണ്ട് നിർത്തി ആനെ ശിരുവാണി ഡാമിലാണ് തുറന്നു വിട്ടത്. ശിരുവാണി ഡാമിലേക്ക് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര മോശം, ഒറ്റപ്പെട്ട ആനയാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, ആന തിരിച്ചു പോകണം. പക്ഷേ ഒരു പ്രശ്നമില്ലാതെ 2 വർഷം അവിടെ സർവൈവ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടാണ് ആന അവിടെ മരിച്ചുപോയത്. ഒറ്റപ്പെട്ട ആനകളുടെ ഇൻസിഡൻസ് ഒരുപാട് പറയാനുണ്ട്. സാറോട് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കും ഒരു ക്ലാരിഫിക്കേഷൻ പ്ലീസ് വിവേക് പറയൂ. ഈ ഒരു പ്രോട്ടോകോളും ഇല്ലാതെയാണോ ഈ ഒരു ഷെഡ്യൂൾഡ് 1 ആനിമലിനെ ട്രാങ്ക്ലൈസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാൻ റീസെന്റ് ഇതില് റിസർച്ച് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു 2022 കേന്ദ്ര ഗവൺമെന്റിന്റെ SOP അതിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വാട്ടർ ബോഡിയുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഡാർട്ട് ചെയ്യാൻ പാടില്ല, രാത്രി ഡാർട്ട് ചെയ്യാൻ പാടില്ല, ഡാർട്ട് ചെയ്തതിന് ശേഷം ട്രാങ്ക്ലൈസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരുപാട് SOPകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു SOP ഇല്ല, അല്ലെങ്കിൽ SOPയുടെ വയലേഷൻ എന്താ സംഭവിച്ചതെന്ന് കൂടിയുള്ളത് ഞങ്ങളുടെ പെറ്റീഷൻ ഞങ്ങൾ ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു കൗണ്ടർ അഫിഡവിറ്റ്. അതിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഏത് പ്രോട്ടോകോളാണ്, ഏത് സമയത്താണ്, എപ്പോഴാണ് വയലേറ്റ് ചെയ്യുന്നത്. അത് വയലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോട്ടോകോളുകൾ മെൻഷൻ ചെയ്ത് ഞങ്ങൾ ഇന്നലെ തന്നെ ചീഫ് ലൈഫ് വാർഡനെ എഴുതിയതാണ്. വൈൽഡ് ലൈഫ് വാർഡിനെ അത് മനസ്സിലായിട്ടാണോ മനസ്സിലാക്കാതെയാണോ എന്ന് അറിയില്ല. ഓർഡർ ഇറക്കിയ സമയത്ത് അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് സമയമെങ്കിലും വളരെ എഫേർട്ട് എടുത്ത് അതിനെ കാട്ടിലോട്ട് പല രീതികളിലും പുങ്കിയെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്തോ മാക്സിമം എഫേർട്ട് എടുത്ത് മിനിമം ട്രോമ ആനിമൽ ഉണ്ടാകുന്ന രീതിയിൽ അതിനെ കാട് കയറ്റാൻ ശ്രമിച്ച് ഒന്നും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അത് അക്രമാസക്തനാകുന്ന സാഹചര്യത്തിൽ ട്രാങ്ക്ലൈസ് ചെയ്യാനാണ്, കെമിക്കൽ ട്രാങ്ക്ലൈസ് ചെയ്യാനാണ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓർഡർ. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ആയതുകൊണ്ടാണ് നമുക്ക് അരിക്കൊമ്പന്റെ ഓർഡർ പോലെ ചാലഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അരിക്കൊമ്പന്റെ ഓർഡർ എങ്ങനെയായിരുന്നു? അരിക്കൊമ്പന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ട്രാങ്ക്ലൈസ് ചെയ്ത് കെമിക്കലി ട്രാങ്ക്ലൈസ് ചെയ്ത് കോടനാട് ആനക്കൂട്ടിലോട്ട് കൊണ്ടുപോകാൻ വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അരിക്കൊമ്പന്റെ ഓർഡർ. അതുപോലെ അല്ലായിരുന്നു ഈ ഓർഡർ. അപ്പൊ അതില് താങ്ക്സ് ടു അരിക്കൊമ്പെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഈ ഓർഡർ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് പുങ്കിയാനകളെ യൂസ് ചെയ്ത് ഈ ആനയെ കാട്ടിലോട്ട് കയറ്റാൻ നോക്കിയത്? ആ വാഴത്തോട്ടത്തിന്റെ അപ്പുറത്ത് എന്തായാലും ഒരു കാട് പിടിച്ച പ്രദേശമാണല്ലോ. വയനാട് എന്തായാലും മുഴുവൻ സിറ്റി ഒന്നുമല്ലല്ലോ. അവിടെ കാടുകൾ ഉള്ളതാണ്, ആനത്താരകൾ ഉള്ളതാണ്. ഈ ആന എന്തായാലും കോടതി വഴിയോ അല്ലെങ്കിൽ ട്രഷറി വഴിയോ ഒന്നായിരിക്കും ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കുക. കാട് വഴി തന്നെയായിരിക്കും ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ എന്തായാലും അവിടെ ഒരു വഴി ഉണ്ടായിട്ടുണ്ടാവും. ആ വഴി അതിന് കാണിച്ചു കൊടുക്കാനായിട്ട് പുങ്കിയാനകൾ അവിടെ ഹെൽത്തി ആയിട്ടുള്ള പുങ്കികള് കേരള ഫോറസ്റ്റിനുണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. ഈ ആനിമൽ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയി, വളരെ കാമായിട്ട്, ഓൾറെഡി സിക്കായി, ഓൾറെഡി ഹാഫ് സഡേഷനിൽ നിൽക്കുന്ന ഒരു ആനിമലിനെ എന്തുകൊണ്ട് ഒരു വടം യൂസ് ചെയ്ത് അല്ലെങ്കിൽ പുങ്കിയകളെ കൊണ്ട് തന്നെ അതിനെ യൂസ് ചെയ്ത് അതിന് പല മെത്തേഡ്സ് ഉണ്ടല്ലോ. ഞാൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് എല്ലാം. അപ്പൊ അതുപോലെ അതിനെ ട്രാൻസ്ലൊക്കേഷൻ അല്ല, സോറി, അതിനെ കാട്ടിലോട്ട് പുഷ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടായിട്ടും ഈ ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് കൊന്നേ പറ്റൂ അല്ലെങ്കിൽ പിടിച്ചേ പറ്റൂ, ഇപ്പൊ തന്നെ കൊണ്ടുപോയി ഇപ്പൊ തന്നെ കർണാടകയ്ക്ക് കൊടുക്കണം. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അങ്ങനെയാണെങ്കിൽ അരിക്കൊമ്പനെ കേരളത്തിന് വേണമെന്ന് പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് തമിഴ്നാടിനോട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരളം പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞില്ലല്ലോ? അങ്ങനെ ആനകൾക്ക് ബോർഡർ ഇല്ല. ആനകൾ ബൗണ്ടറി ഇല്ലാതെ വിഹരിക്കുന്ന ജീവികളാണ് കാട്ടാന, എന്റെ അറിവ് പ്രകാരം. അപ്പൊ അതുകൊണ്ട് ഈ ബൗണ്ടറി ഇല്ലാത്ത ഒരു കാട്ടാനയെ കർണാടകത്തിൽ നിന്ന് വന്ന കുട്ടിയാന്ന് പറഞ്ഞ് കർണാടക വൈൽഡ് ലൈഫ് വാർഡിന് എടുത്തു കൊടുക്കാൻ എന്ത് അധികാരമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫ് കേരളയ്ക്ക് ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു പ്രോട്ടോകോൾ വയലേഷൻ ആണ്. എങ്ങനെയാണ് അതിനെ ഒരു ഏറ്റവും അടുത്തുള്ള കാട് എവിടെയാണോ ഫീസിബിൾ അവിടെ വിടുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ പിടിച്ച സ്റ്റേറ്റിൽ തന്നെ പിടിച്ചതിന്റെ അതേ നോർത്ത് ഈസ്റ്റും കോർഡിനേറ്റിൽ അവിടെ തന്നെ കൊണ്ടുപോയി വിടാനൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനം. അത് ലംഘനം തന്നെയാണ്. അത് വരും ദിവസങ്ങൾ കോടതി വ്യക്തമായി ഡിക്റ്റേറ്റ് ചെയ്യും. അതിനുള്ള ഓർഡറും നമ്മൾ വാങ്ങും. ഡോക്ടർ ഈശ്വരൻ, പ്രോട്ടോകോൾ ലംഘനം എന്താണ് എന്ന് ഇപ്പോൾ വിവേക് പറയുകയുണ്ടായി. ഇവിടെ ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഡോക്ടർ ഈശ്വരൻ. അതായത് ശാന്തനായ ഒട്ടും അക്രമാസക്തനല്ലാത്ത തണ്ണീർ കൊമ്പനെ എന്തിന് മയക്ക് വെടിവെച്ചു എന്നുള്ളതാണ്.
ഒരു പട്ടണത്തില് റോഡിൽ കൂടി ഒരു ആനയെ തിരിച്ച് കാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏത് പുങ്കയാന ചെയ്താലും സംഭവിക്കാൻ സാധ്യത കുറവുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നു വാഴത്തോട്ടത്തിന്റെ അപ്പുറത്ത് ചെറിയ കാടുണ്ടെന്ന്. ചെറിയ കാട്ടിലല്ലല്ലോ ഇവിടെ ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ വലിയൊരു സർ. കാട്ടിലേക്ക്. അങ്ങനെ ഒരു ട്രൈ ചെയ്യുന്നതിന് കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ അത് വൈൽഡ് ലൈഫ് വാർഡൻ എന്തായാലും അങ്ങനെ പറയില്ലല്ലോ. വൈൽഡ് ലൈഫ് വാർഡൻ എന്തെങ്കിലും കാണാതെ വൈൽഡ് ലൈഫ് വാർഡന്റെ തീരുമാനം മാത്രമല്ലല്ലോ, പറയുന്നുണ്ടാവില്ലല്ലോ. പ്രാദേശികമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അതാ തീരുമാനം ഞാൻ പറഞ്ഞത്, ആളുകളെ കൂടിയിട്ട് അത് പ്രീണിപ്പിക്കായിരുന്നു. നടന്നിട്ടുണ്ടാവും. പ്രാദേശികമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ആളുകൾ കുത്തടാ 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 എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നതല്ലാതെ അവിടെ വേറൊരു ആനയുടെ ഭാഗത്തുനിന്ന് കുത്താനായിട്ടുള്ള ഒരു ശ്രമവും ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് ആളുകൾ കൂവുന്നുണ്ടായിരുന്നു, ആന വണ്ടിയിൽ കയറിയപ്പോ കൈയടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും അപകടകരമായ കാര്യമാണ്. റിക്കവറിന്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. വളരെ ദൂരെ ആൾക്കാർ അവിടെ പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെയും അത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, അവരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം ശരിയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ വിഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് കുറെ കൂടി നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഇതിനകത്തൊരു മരണം ഒരു അവിടെ അവരുടെ ഒരു നാട്ടുകാരനൊരു മരണം അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വേറെ തരത്തിലായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഡിബേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യും. പക്ഷെ പ്രായോഗികമായിട്ട് ആ സമയത്ത് ചെയ്യാവുന്നത് ഏറ്റവും ഉത്തമമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഈ പ്രോട്ടോകോൾ എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ആനയ്ക്ക് അപകടം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോട്ടോകോളാണ്. അതല്ലാതെ തന്നെ ട്രാങ്കുലൈസ് ചെയ്യാൻ പാടില്ല എന്നോ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പ്രോട്ടോകോളിന്റെ അടുത്തും പറയുന്നില്ല. അതിന് മറിഞ്ഞു വീണിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ വീണിട്ടൊക്കെ മരണം സംഭവിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചരിവുള്ള പ്രദേശം, അതൊക്കെ ഉണ്ട്. അതൊക്കെ പതിവായിട്ട് എല്ലാ മൃഗങ്ങൾക്കും ബാധകമായിട്ടുള്ള ഒരു പ്രോട്ടോകോളിന്റെ ഒരു ഭാഗം തന്നെയാണ്. പരമാവധി കെയർ രണ്ടു കൂട്ടർക്കും അപകടമില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോട്ടോകോളിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് പ്രാദേശികമായിട്ട് ഒരു തിയേറ്ററാണ്. മനുഷ്യന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണല്ലോ 144 പ്രഖ്യാപിച്ചത്. 144 എന്നിട്ട് ധാരാളം ആൾക്കാർ ഒന്ന് ബഹളമായിരുന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത്, 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ പുറത്തിറങ്ങരുത് എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യനെ അറിയെങ്കിലും മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ വീടിനുള്ളിരിക്കണം. അതിനാണ് കളക്ടർ 144 പ്രഖ്യാപിച്ചത്. അല്ലാതെ കളക്ടർക്ക് വേറെ പ്രത്യേക പോലീസ് പോലും ഉണ്ടായിരുന്നില്ല. ആ 144 നടപ്പിലാക്കാൻ പോലീസ് പോലും ഉണ്ടായിരുന്നില്ല അവിടെ, വേണ്ടത്ര പോലീസ്. പിന്നെ എന്തിനാണ് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കേരള അത്തരം കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും ഈ മനുഷ്യജീവന്റെ വില എന്ന് പറയുന്നത് ഒരുപാട് തീരുമാനിച്ചിട്ടുണ്ടാവുക. രാജേഷ് എന്തോ ചോദിക്കാനുണ്ട്. രാജേഷ് വടക്കന്തറ. കളക്ടർ ഇടപെട്ട വിഷയമാണല്ലോ. കളക്ടറാണല്ലോ 144 ഡിക്ലെയർ ചെയ്ത്. അപ്പൊ ഇതൊരു മിസ്മാനേജ്മെന്റ് ആയി പോയില്ലേ അങ്ങനെയാണെങ്കിൽ? പബ്ലിക്സിന് ഇന്റർവെൻഷൻ ഇത്രയും പബ്ലിക്സ് എങ്ങനെ ഇന്റർവെൻ ചെയ്തു? ഒരു 7 മണി കഴിഞ്ഞാൽ ആനയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നതായിരുന്നു എല്ലാ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു വൈൽഡ് ആനിമൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ നിൽക്കില്ല. അത് തിരിച്ചു പോകും. എന്ത് വന്നാലും അത് വന്ന വഴി തന്നെ തിരിച്ചു പോകും. അത് അതിന്റെ സൈക്കോളജി അങ്ങനെ തന്നെയാണ്. ആനയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടും ബ്രില്യൻ്റ് ആയിട്ടൊരു ആനിമലാണ്. അത് തിരിച്ചു പോകും. ഇപ്പൊ 8 ദിവസം കരടി വയനാട് കിടന്ന് വട്ടത്തിരിഞ്ഞു. ആരെങ്കിലും ട്രാങ്കുലൈസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറെടുത്തു. പനമരം കാട്ടിലേക്ക് കരടി കയറിപ്പോയി. എത്ര ഓഫീഷ്യൽസ് പിന്നാലെ നടന്നിരുന്നു, എത്ര മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നോ ഇപ്പൊ ട്രാങ്കുലൈസ് എന്ന്. ആനയ്ക്ക് കുറച്ച് സമയം പോലും കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? എല്ലാവരും ആന എന്ന് പറഞ്ഞ് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ആനയ്ക്ക് കുറച്ച് സമയം കൊടുക്കാമായിരുന്നില്ലേ? അതെന്തുകൊണ്ട് കൊടുത്തില്ല? ഇതിനൊക്കെ പുറമെ ഗവേഷണ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിൽ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടെന്ന്. എന്തുകൊണ്ട് ഈ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വനം വകുപ്പ് തീരുമാനം എടുക്കുന്നില്ല? ഫുഡ് സ്കേഴ്സിറ്റി വളരെ കാര്യമായിട്ടുണ്ടെന്ന് KFRന്റെ സയന്റിസ്റ്റ് ആണ് പറയുന്നത്, വേറെ ആരുമല്ല പറയുന്നത്. അപ്പൊ തീരുമാനങ്ങൾ പാളിച്ചുകളായി പോകുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. വനം വകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാരനായിട്ടുള്ള നേതാവ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ സെൻസിബിളായിട്ട് അതിന് മറുപടി പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, തണ്ണീർക്കൊമ്പന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംസ്ഥാന വനം വകുപ്പിനെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? കൈകാര്യം ചെയ്ത രീതി അത് തെറ്റായിപ്പോയി, പാളിച്ചകൾ ഉണ്ടായി, പിഴവുകൾ ഉണ്ടായി എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശ്രീ ശശീന്ദ്രൻ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി രാവിലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. ആ സമഗ്രമായ അന്വേഷണത്തിൽ എത്തുന്ന എന്ത് തീരുമാനവും നിഗമനവും അംഗീകരിച്ച് നടപ്പാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളും മറിച്ചുള്ളൊരു താല്പര്യങ്ങളും ഉണ്ടാവുകയില്ല എന്ന് കേരളത്തിൻ്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ നേരത്തെ തന്നെ കാലത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലത്തോ ഉച്ചക്കോ അങ്ങനെയുള്ള ആ ഒരു സമയത്ത്. അത് വെച്ചുകൊണ്ട് ഇതൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ആന
ഒരു ആന ഒരു പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക, അത് കൊമ്പനാന തനിച്ച് ഒറ്റയാനായി നിൽക്കുക, സാധാരണക്കാരായ ജനങ്ങൾ മുഴുവൻ അതിൽ ഭയപ്പെടും. എല്ലാ ജനങ്ങളും ഭയപ്പെടും എന്നുള്ളതാണ് ഞാനാണെങ്കിൽ ഞാൻ ഭയപ്പെടും. എനിക്ക് അക്കാര്യത്തിൽ ആനയെ കണ്ട്, ആനയായാലും പുലിയായാലും കരടിയായാലും മുള്ളം പന്നിയായാലും ഒക്കെ അത് കണ്ടാൽ അവയ്ക്ക് വിശേഷ ബുദ്ധികൾ വളരെ കുറവായതുകൊണ്ട് അതെന്ത് കാണിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട 2 അംഗങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത് ആന ഇങ്ങനെയേ പെരുമാറൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് അവരുടേതായ പ്രൊറോഗേറ്റീവ്, ഞാൻ അവർക്കത് വിടുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. സാധാരണഗതിയിൽ കാലത്തെഴുന്നേറ്റ് ഇന്നത്തെ എൻ്റെ ആരോഗ്യ പ്രശ്നം വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു വർഷമായി പുറത്തിറങ്ങി നടക്കാറില്ല. കാരണം തെരുവ് പട്ടികൾ അത് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് പറയാൻ കഴിയില്ല. കടിച്ച് പറിച്ച് നമ്മളെ കൊല്ലുകയും. അതുകൊണ്ട് ഇപ്പം നടത്തം ഒഴിവാക്കിയിരിക്കുന്നു. മൃഗത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന കാര്യത്തിലൊന്നും ഞാൻ വിവേചനം കാണിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ശ്രീ അനിൽ നമ്പ്യാർ പ്രതീക്ഷിച്ചതുപോലെ വളരെ റീസണബിളായി സംസാരിക്കാൻ കഴിയാത്ത ഒരു ചർച്ചയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഞാനൊരു മനുഷ്യപക്ഷപാതിയാണ്. മനുഷ്യന് പ്രയോറിറ്റി കിട്ടണം എന്ന ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അതെൻ്റെ ഒരു ചിന്താഗതിയാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിയൊന്നുമല്ല. പിന്നെയുള്ളത് ഈ പുറത്തിറങ്ങുന്ന ആനകളെയോ പുറത്തിറങ്ങുന്ന ജീവികളെയോ ഒന്നും വെടിവെക്കുകയോ മയക്ക് വെടിവെക്കുകയോ കൂട്ടിലാക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന പക്ഷമാണെങ്കിൽ ആ നിയമം പാസ്സാക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് നമുക്ക് ആവശ്യപ്പെടാം, ഇവർ വന്ന് ജനങ്ങളെ കൊല്ലുന്നതാണെ കൊല്ലട്ടെ, പക്ഷെ അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന നിയമമാണ് പാർലമെൻറ്റ് പാസ്സാക്കുന്നതെങ്കിൽ നടപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അതല്ലാതെ ഇപ്പോൾ ഇത്രയും റീസണബിളായ ഒരു കാര്യം മയക്കുമരുന്ന് വെടിവെച്ച് അതിനെ കൂട്ടിലാക്കി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടാകുക. ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ സാധാരണക്കാർ, ഈ ആന ഇന്നലെ അവിടെ പ്രവർത്തിച്ചത് വളരെ ശാന്തമായ രീതിയിലാണ്. ഒരു പ്രകോപനവും ഉണ്ടാക്കിയതായിട്ട് എനിക്കറിവില്ല. അവിടുത്തെ നാട്ടുകാർ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ശാന്തനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് അവർ മനസ്സിലാകുന്നത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കർണാടക അതിർത്തിയിൽ നിന്നും മയക്കുമരുന്ന് വെടിവെക്കപ്പെട്ടിട്ടുള്ള ഒരു ആനയായിരുന്നു അത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ സബ്ജക്റ്റ് കർഷകൻ എനിക്കറിയില്ല കൃത്യമായിട്ട്. അതേപോലെ ആ ആനയുടെ ശരീരത്തിൽ എവിടെയോ ഒരു മുഴയുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ രോഗാതുരമായ ഒരു ജീവിയായിരുന്നു ഈ ആന എന്നാണ് ആ പ്രദേശത്തുകാർ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത് ഉപയോഗിച്ചുകൊണ്ടും ആ വസ്തുതകൾ ജനങ്ങളുടെ ഭീതി രോഗാതുരമാണ് എന്ന് നമ്മുടെ സംസ്ഥാന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലേ? അവർ പറഞ്ഞത് പെർഫെക്റ്റ് ഓക്കെ എന്നാണ് പറഞ്ഞത്, പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇല്ലേ? ഞാൻ കേട്ടില്ല. നാട്ടുകാർ പറഞ്ഞൊരു വിവരമാണ് ഞാൻ എൻ്റെ ഇതായിട്ട് ഇവിടെ പറഞ്ഞത്. നാട്ടുകാർ പറഞ്ഞു ഏതോ ഒരു മുഴയുണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ഒരു രോഗത്തിൻ്റെ അവസ്ഥയും ഉണ്ടാകാം എന്നുള്ള ഒരർത്ഥത്തിലാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്യുന്നതിനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം എനിക്ക് ഓതൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതൊക്കെ റിലേറ്റീവാണ്. നേരത്തെ ഡോക്ടർ ഈശ്വർ പറഞ്ഞതുപോലെ ഈ ആന ഏതെങ്കിലും തരത്തിൽ ഒരക്രമം കാണിക്കുകയോ, ഏതെങ്കിലും ഒരു വികൃതിയുള്ളൊരു മനുഷ്യൻ ഒരു കുട്ടിയോ 2 കല്ലെടുത്ത് എറിഞ്ഞാൽ ആന പ്രകോപിതനാവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് എന്തായിരിക്കും നമുക്ക് പറയാൻ കഴിയുക? അപ്പം ജനങ്ങളുടെ ഭീതി അകറ്റാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണകൂടമാണ്. ഒപ്പം തന്നെ ആനയുടെ ജീവനും ആനയുടെ സുരക്ഷിതത്വവും സംരക്ഷിക്കാനും വന്യജീവി വകുപ്പിനും അധികാരവും അവകാശവും ചുമതലയുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ അധികാരത്തിൻ്റെയും ചുമതലയുടെയും ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി
ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ എന്താണോ കണ്ടെത്തുന്നത് അത് ഗവൺമെന്റിന്റെ നിലപാടായി പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത്. അതല്ലാതെ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് സമാധാനപരമായി തിരിച്ചു പോകും എന്ന ഒരു പ്രിസംഷനിൽ നമുക്ക് കൈവിടാൻ കഴിയുമെങ്കിൽ, അങ്ങനെയാണ് തീരുമാനമെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ, സ്വത്ത്, കാര്യങ്ങൾ, ഓരോരോ വീട്ടിലൊക്കെ പോയി തെങ്ങ് വരെ പറിച്ചു കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളതും ഏതെങ്കിലും കോങ്ങാട്ടിന്റെ ഒരു പ്രശ്നം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കേരള സംസ്ഥാനത്തിലെയും ഇന്ത്യ രാജ്യത്തെയും വന്യജീവികളെ മനുഷ്യരില്ലേ നമ്മുടെ ഇടയിൽ? വക്കീലെ, അതിലും വലിയ അതിക്രമങ്ങൾ കാണിക്കുന്ന മനുഷ്യരില്ലേ നമ്മുടെ ഇടയിൽ? ഒരു ദിവസം എത്ര കൊലപാതകങ്ങൾ, ആരെയൊക്കെ കൊല്ലുന്നു. അല്ല, ഒരൊറ്റ കാര്യം ഇവിടെ നേരത്തെ രാജേഷ് വടക്കുംതറ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിപ്പോൾ ഇനിയും കാടിറങ്ങി ആനകൾ വരും, പുലികൾ വരും, കടുവകൾ വരും, കരടികൾ വരും. പക്ഷേ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഈ കാട്ടിൽ അവർക്കൊന്നും കിട്ടുന്നില്ല, ഭക്ഷണമില്ല. അപ്പോൾ ഭക്ഷണം തേടി വരികയാണ്, അതിനൊരു പരിഹാരം കണ്ടെത്തണ്ടേ? അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയുമില്ല. അവിടെയാണ് പോയിന്റ്, അതാണ് സത്യം, അതാണ് വസ്തുതയും. ഞാൻ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വനത്തിൽ വെള്ളം കിട്ടുമെങ്കിൽ, വനത്തിൽ ആഹാരം, അവർക്ക് ആഗ്രഹിക്കുന്ന ആഹാരങ്ങൾ കിട്ടുമെങ്കിൽ ഒരു ജീവിയും വനം വിട്ട് പുറത്തേക്ക് വരില്ല. അതില്ല, അതിനകത്ത് തീർന്നിരിക്കുന്നു. കാരണം എന്താണ്? കാരണം എൻ്റെ ദൃഷ്ടിയിൽ, അത് ശരിയായിക്കൊള്ളുന്നില്ല, എൻ്റെ ദൃഷ്ടിയിൽ ഇത് പെരുകി ഒരു പ്രദേശത്തോ ഒരു വനത്തിലോ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അവിടുത്തെ ഫ്രജിലിറ്റി ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വന്യജീവികൾ വനത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ആഹാരം തേടി, അവർ ജലം തേടി, അവർ വെളിച്ചം തേടി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതുകൊണ്ട് എത്ര ഒരു ഇഫക്റ്റീവ് സെൻസസ് വേണം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ മൃഗസംരക്ഷണത്തിനും മൃഗപരിപാലനത്തിനും ജീവി പരിപാലനത്തിനുമായി. ഇത്ര ആനകൾ, ഇത്ര കടുവകൾ, ഇത്ര പുലികൾ എന്നതിനെക്കുറിച്ചൊരു കണക്കെടുത്ത് അതിൽ കൂടുതൽ വരുന്നതുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുകൂടി ഭരണകൂടം ഒരു തീർപ്പ് കണ്ടെത്തണം. അങ്ങനെ ഒരു ഭരണകൂടത്തിൻ്റെ തീർപ്പുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കേണ്ടി വരും. അത് ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളത് ഭരണകൂടം ചിന്തിക്കേണ്ടതാണ്. ആ ഭരണകൂടത്തിന് അതിന് ബാധ്യതയുണ്ട്. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭരണക്കാരും ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട്, അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മയക്കുവെടി വെക്കുന്നു, ഈ കുങ്കിയ ആനകളെ കൊണ്ടുവരുന്നു, കയറ്റുന്നു. ആനയുടെ കാര്യത്തിൽ ആണെങ്കിൽ മറ്റു മൃഗങ്ങളുടെ കാര്യത്തിലും ഇത്തരം നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? കാരണം നിരന്തരം ഈ ഭീഷണി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോഴും സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ സമീപിച്ചിട്ടില്ല, അഡ്രസ്സ് ചെയ്തിട്ടില്ല ഭരണകൂടം എന്നാണ് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ സംസാരിച്ച അഡ്വക്കേറ്റ് സുരേഷ് ബാബു പോയിന്റ് ഔട്ട് ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യപക്ഷത്ത് നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. രണ്ട്, ജനപക്ഷ സർക്കാർ എടുക്കേണ്ട നിലപാടിനെ കുറിച്ചും പറഞ്ഞു. ഒരുപക്ഷെ അരിക്കൊമ്പൻ വിഷയത്തിലും നമ്മൾ, അതായത് ആന സ്നേഹിക്കുന്നവർ, കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, കാട്ടാന മൂലമുണ്ടാവുന്ന അപകടങ്ങൾ, അതിക്രമങ്ങൾ അവസാനിക്കണമെങ്കിൽ ഉള്ള സൊല്യൂഷൻ, അതിൻ്റെ ഒരു തീരുമാനം എന്ന നിലയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ സമൂഹത്തിലെ ഒരുപറ്റം ചിന്തിക്കുന്ന ആൾക്കാർ, ജനസമൂഹം മുമ്പോട്ട് വെച്ച ഒരു കാര്യമുണ്ട്. കാരണം ഈ കേരളത്തിലെ നാട്ടാനകളല്ല ഇന്ന് നിലനിൽക്കുന്ന, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 410ഓളം നാട്ടാനകളെ ഉള്ളൂ ഇന്ന് കേരളത്തിൽ.
അത് ഗുരുവായൂർ ദേവസ്വത്തിലെ ഉൾപ്പെടെ തിരുവാങ്കർ ദേവസ്വങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ഇതര ദേവസ്വം ബോർഡുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കയ്യിൽ നിൽക്കുന്ന ആനകൾ, നാട്ടാനകൾ എന്ന കണക്കിൽ 410 മേളിലെ 410 മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്രയും ഏകദേശം 5000 മേളിൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര ഉത്സവങ്ങളും പള്ളി പെരുന്നാളുകളും നേർച്ചകളും ഉള്ള ഈ കേരളത്തിലെ പൈതൃക സംസ്കാരത്തിന് നിലനിൽക്കണമെങ്കിൽ ഈ ആന ഉണ്ടാവണം. ആന കേരളത്തിലെ നാട്ടാനകൾ ഉണ്ടായേ തീരും. ആ നാട്ടാനകൾ എങ്ങനെയാണ് കേരളത്തിൽ വന്നത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയാൽ ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ സർക്കാർ തന്നെ, അല്ലെങ്കിൽ രാജ്യഭരണകാലത്തോ അതിനുശേഷം സർക്കാരോ ജനകീയ സർക്കാരോ കാട്ടിൽ നിന്ന് പിടിച്ച് നാട്ടിൽ ഏൽപ്പിച്ച ആനകളാണ്. കുറച്ച് ആനകൾ ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവരാണ്. ഈ ആനകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഈ ആനകളുടെ എണ്ണം ഫില്ല് ചെയ്യാതിരുന്നാൽ, പുതിയ ആനകളെ കൊണ്ട് ഫില്ല് ചെയ്യാതിരുന്നാൽ ഈ സാംസ്കാരിക പൈതൃകം അവസാനിക്കാൻ 5 6 അല്ലെങ്കിൽ 10 വർഷം പരമാവധി മതിയാവും. എൻ്റെ സംശയമൊന്നുമില്ല കാര്യത്തിൽ. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 28ഓളം ആനകൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഗുരുവായൂർ ദേവസ്ഥത്തിലെ ഉൾപ്പെടെ 8ഓളം ആനകളാണ് 1.5 ആഴ്ച കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ റീഫില്ല് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റീഫില്ല് ചെയ്യാനുള്ള പ്രതിവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കാട്ടിൽ എണ്ണം പെരുകി എന്ന് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ സംസാരിച്ച സുരേഷ് ബാബു അവറുകൾ സംസാരിച്ചത്. ഇത് തന്നെയാണ് ഞങ്ങൾ കേരള സമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വെച്ചത്. കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന കാട്ടാനകളുടെ എണ്ണം കാടിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഒരുപക്ഷെ വളരെ വളരെ രസകരമായ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിലിൽ ഉണ്ടായി. കേരളത്തിൽ കാടിന്റെ വിസ്തൃതി വർദ്ധിച്ചു എന്ന്. ഞാൻ വ്യക്തിപരമായുള്ള അന്വേഷണത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിവരം ലഭിച്ചില്ല, പക്ഷെ പത്രവാർത്തകളിൽ നമ്മൾ കണ്ടു. അങ്ങനെ ചുരുങ്ങിയോ അല്ലെങ്കിൽ ചുരുങ്ങാതെയോ നിൽക്കുന്ന കാട്ടിൽ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ആനകളുടെ എണ്ണത്തെ, അതിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ അക്രമങ്ങളൊക്കെ കാണിക്കുന്ന കാടിന് പുറത്തേക്ക് വരുന്ന ആനകളെ എങ്കിലും പിടിച്ച് അത് നാട്ടാനകളായി മാറ്റുക എന്നത് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതിവിധി. അതിലൊരു സംശയമില്ല. അതിൽ എതിര് നിൽക്കുന്നത് അത് ആനപ്രേമികൾ എന്ന്, അല്ലെങ്കിൽ കാട്ടാനകളുടെ സ്നേഹിക്കുന്നവർ എന്ന് പറയുന്ന ഒരു വളരെ ചുരുക്കം ചില വിഭാഗക്കാർ മാത്രമാണ് അതിൽ എതിര് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞാൽ ആ സജഷനെ ചർച്ചയിലേക്ക് വെക്കുവാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനായ ഈശ്വരൻ ഡോക്ടർക്ക് അതിന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ നാട്ടാനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും. 2 കാട്ടാനകൾ കൊണ്ടുണ്ടാവുന്ന ശല്യത്തെ ഇല്ലാതാക്കാനും കഴിയും എന്നതാണ് ആ പരിഹാരം. പിന്നെ ഈ ആനകളെ പിടിക്കുന്നത് സംബന്ധിച്ച് പ്രോട്ടോകോളിനെ കുറിച്ച് ഒരു ചർച്ച വേണം. എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ പ്രോട്ടോകോൾ എന്ന് മാത്രമല്ല, ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചു എന്നതാണ്. ജനങ്ങളുടെ വികാരത്തെ കയ്യിലെടുത്ത്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച്, പൊതുജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആ ആനയുടെ ആരോഗ്യത്തെക്കുറിച്ച് കേരള ഫോറസ്റ്റിനോ അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റിനോ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ധാരണ ഇല്ലായ്മയാണ് ആ ആനയെ നമുക്ക് നഷ്ടപ്പെടുവാൻ കാരണമായത് എന്ന്. സർ, ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്ലീസ്. സെൻസസിന്റെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പല്ലാട്ട് സാർ പറഞ്ഞത് അത് വളരെ ഖേദകരമാണ്. ആനകളുടെ പോപ്പുലേഷൻ കുറഞ്ഞു തന്നെയാണ് വരുന്നത്. കാട്ടാനകളുടെ പോപ്പുലേഷൻ, നാട്ടാനകളുടെ അല്ല, കാട്ടാനയുടെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് തന്നെയാണ്. പക്ഷെ കടുവകൾ കൂടിയിട്ടുണ്ട്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ സെൻസസ് സീക്രട്ട് ആയിട്ടുള്ള റിപ്പോർട്ടൊക്കെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണ്. ക്യാപ്റ്റീവ് എലിഫന്റിന്റെ അല്ല, വൈൽഡ് എലിഫന്റിന്റെ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണ്, യാതൊരു സംശയം. അതെ, അതിന് പ്രധാന കാരണം ഫുഡ് സ്കേഴ്സിറ്റി ആണ്. 2017 7490 ആനകൾ ഉണ്ടായിരുന്നു. ഇന്ന് 2500 താഴെ മാത്രമേ ഉള്ളൂ. ജൂൺ 2023 വന്ന റിപ്പോർട്ട് പറയുന്നു. പബ്ലിഷ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ക്യാപ്റ്റീവ് എലിഫന്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, അവരുടെ അത് ഭാഗം വേറെയാണ്. വൈൽഡ് എലിഫന്റ്സ് ഡിക്ലൈനിങ് ആണ് പോപ്പുലേഷൻ. ക്യാപ്റ്റീവ് എലിഫന്റ്സിനെ പറ്റി സംസാരിക്കണം. അതായത് കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പറയുന്നു രാജഭരണകാലത്ത് ആനകളെ പിടിച്ചു കൊണ്ടുവന്ന് തടി വലിക്കാനും, അതുപോലെ അന്ന് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ജോലിക്ക് ഉപയോഗിച്ചിരുന്നത് ഈ ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വ്യക്തം.
അപ്പൊ ഈ നാട്ടിലുള്ള ആനകളുടെ കണക്ക് അതും ഡിക്ലൈനിങ് ആണ്, കാട്ടിലുള്ള ആനകളുടെ കണക്കും ഡിക്ലൈനിങ് ആണ്. അപ്പൊ ഈ എൻഡാൻജേർഡ് സ്പീഷീസിൽ പോകുന്ന ഈ ഏഷ്യൻ എലിഫന്റ്സിനെ എങ്ങനെയാണ് കാട് ഉൾക്കൊള്ളാതെ കാട് നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്നല്ല, സെൻസിബിൾ ആയിട്ട് ചിന്തിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനിയിപ്പോ നാട്ടാനയാക്കി മാറ്റുകയാണെന്ന് വിചാരിക്കുക, നാട്ടിലുള്ള ആനകളുടെ അവസ്ഥ എന്താ? ഈ കാട്ടില് സുഖമായിട്ട് നടക്കുന്ന ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എന്താ ഇവിടെ നടക്കുന്നത് നമ്മൾ എല്ലാവരും ദിവസം കാണുന്നതാണ്. കംപ്ലൈന്റ് എഴുതി വയ്യാതായിട്ട് ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേറെ ഭാഗത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് കംപ്ലൈന്റ് എഴുതുന്നവർ കംപ്ലൈന്റ് എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കും. ആനകളെ നോക്കുന്നവർ നല്ലപോലെ ആനകളെ നോക്കുന്നുണ്ട്. പല്ലാട്ട് ബ്രഹ്മത്തിൽ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതിന്റെ യാതൊരു സംശയമില്ല. പല്ലാട്ട് ബ്രഹ്മത്തിൽ നന്നായിട്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ യാതൊരു സംശയമില്ല. നല്ലതാണ് നോക്കുന്നുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. പക്ഷെ വേറെ ആനകളുടെ കാര്യം അതുപോലെ തന്നെയാണ് ഒരുമാതിരിപ്പെട്ട ആനകളുടെ എല്ലാ അവസ്ഥ. അത് പറയരുത്, ദയവ് ചെയ്ത് സാർ അങ്ങനെ കടന്നു പിടിക്കരുത്. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട പ്ലീസ്. തുമ്പി തളർന്ന ആന പൂരത്തിന് വരുന്നത്, അതൊക്കെ നമ്മൾ ദിവസം കാണുന്നതാണ്. മദ്യപിച്ച ആനകളെ പാപ്പാമാര് കൊണ്ടുവരുന്നത്, അത് വേറെ വിഷയം. ഞാനിപ്പോ പറയാൻ വന്നത് ഇപ്പൊ ഈ പൈതൃകം നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. അപ്പൊ ഈ സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. 2014 ഫയൽ ചെയ്ത കേസാണ്. അപ്പൊ 2015 വന്ന ഒരു ഓർഡറിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഫെസ്റ്റിവൽ എല്ലാം 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന്. 2015 ഓർഡർ വന്നതിന് ശേഷം 6 മാസത്തിനുള്ളിൽ. ഈ കേരളത്തില് കഴിഞ്ഞ ആഴ്ച വരെ രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയൊക്കെ പല മോണിറ്ററിംഗ് കമ്പനികളിലും ഉണ്ടായിട്ടുണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ പ്രവർത്തനമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ അങ്ങനെ പറയരുത്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അപേക്ഷ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അപേക്ഷ രജിസ്ട്രേഷൻ കൊടുത്തു എന്ന് പറയരുത്. അത് പറയരുത്. രജിസ്ട്രേഷൻ കൊടുക്കാതെ എത്ര സ്ഥലത്ത് ആനകൾ കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചർച്ച വഴിമാറി പോകുന്നതുകൊണ്ടാണ്. ഞാൻ ക്യാപ്റ്റീവ് എലിഫന്റ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഒരിക്കലും നമ്മളാരും ജീവനോടെ ഉള്ളിടത്തോളം കാലം കാട്ടിൽ നിന്ന് ഒരു ആനയെ ഇനി നാട്ടിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ പരമാവധി അത് ഒബ്ജക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രവർത്തകരുടെ 5 or 6 പെടുന്ന പ്രവർത്തകരുടെ എണ്ണമാണ് 5 or 6 ഒന്നല്ല, 5 or 6 എന്ന് പറഞ്ഞാൽ 1000 ആയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ ഒരു പൈതൃക സംസ്കാരം ഇല്ലാതാവുകയും ഒപ്പം എന്ത് ചെയ്യുന്നു, ഈ നാട്ടാനകൾ നിങ്ങളെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾക്കകത്തെ ഒരു വിചിന്തനം ആവശ്യമാണ് എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. അത് അല്ല എന്നുള്ളത് നിങ്ങളുടെ പക്ഷവും ആണ് എന്നുള്ളത് ഞങ്ങളുടെ പക്ഷവും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പൂരത്തിന് കൊണ്ടുപോകാനായിട്ട് എല്ലാ പള്ളിപ്പെരുന്നാളിലും എല്ലാ നമുക്കത് അവസാനിപ്പിക്കാം. ഡോക്ടർ ഈശ്വരൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ നമ്മുടെ മേനോനിലേക്ക് പോവാണ്. അഡ്വക്കേറ്റ് മേനോൻ, രമേശ് മേനോൻ, ഇതിൽ നമ്മളിങ്ങനെ വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. എന്താണ് ഇതിനൊരു പോംവഴി, എന്താണ് പ്രതിവിധി? അതുകൂടി അതിന് ഉള്ള നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് നന്നായിരിക്കും. കാരണം ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ, രാജേഷ് വടക്കന്തര സൂചിപ്പിച്ച പോലെ, ആനകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പറളിയായാലും മറ്റേ കോങ്ങാടായാലും ഒലോക്കോട്, ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ ഇറങ്ങിയ ആനകളെല്ലാം ഒറ്റ കൊമ്പന്മാരാണ്. അദ്ദേഹം പറഞ്ഞ പോലെ കൊമ്പന്മാരാണ്. ഇവർ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അധികം പ്രശ്നം സൃഷ്ടിക്കാണ്ട് തിരിച്ചു കയറിപ്പോയ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ആനകളുടെയും ബിഹേവിയർ വ്യത്യസ്തമായ ബിഹേവിയർ ആയിരിക്കും. അത് ഞാൻ അംഗീകരിക്കുന്നു. നമ്മൾ ഒരു ജനത്തിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇന്നലെ ഇത്രയും ഈ ആരോഗ്യമില്ലാത്തൊരു ആനേനെ നമുക്ക് വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു അത് സ്വീകരിക്കാൻ വീഴ്ച വന്നു എന്നുള്ളത് വളരെ വളരെ ഖേദകരമായൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ കർണാടക വനം വകുപ്പിൻ്റെ ഇപ്പം നമ്മളിത് മയക്കുവെടി വെച്ചാന്നൊക്കെ പിന്നീട് അറിഞ്ഞതാണെന്നുള്ളതൊക്കെ ഇപ്പം ഇവിടെ പലരും പറഞ്ഞു. സംഭവം ശരിയാണ്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ മയക്കുവെടി വെച്ച സമയത്ത് അവർക്കും ഒരു വീഴ്ച വന്നിട്ടുണ്ട്. ഇതിൽ പറയാതെ കഴിയില്ല ഒരു ഈ ആനയുടെ കാര്യത്തിലെങ്കിലും. കാരണം ഈ ആനയ്ക്ക് മുറിവുണ്ടായിരുന്നു, ഒന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയിരുന്നെങ്കിലും ഒരു പക്ഷേ ഇത് സംഭവിക്കുമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനകൾക്ക് അതിൻ്റെ ആരോഗ്യം എന്താണ്, കണ്ടീഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾ എന്തായാലും പരിഭ്രാന്തരാകും, സംശയമൊന്നുമില്ല.
ഒരു ആന ഇറങ്ങിയാലും അത് ഒറ്റയ്ക്ക് ഇറങ്ങിയാലും പിന്നെ എന്താ പറയുക ഒറ്റാനായിട്ട് ഇറങ്ങിയാലും കൂട്ടായിട്ട് ഇറങ്ങിയാലും കടുവ ഇറങ്ങിയാലും കരടി ഇറങ്ങിയാലും എല്ലാവർക്കും പേടിയുണ്ട്. അത് ആരും ഇതിൽ ഒരു വന്യമൃഗത്തിൻ്റെ മുന്നിൽ പോയി ഒരു മൃഗസ്നേഹി മുന്നിൽ പോയി നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ തടയാന്ന് പറയില്ല. അതിനുള്ള ധൈര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്നല്ല ചർച്ച ചെയ്യുന്നത്. ജനങ്ങളുടെ അവകാശം അവിടെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പിന്നെ ഈ സംഘടനയിൽ ഇവർ പറഞ്ഞ വേറെ കാര്യമുണ്ട്. എന്താ ഇപ്പം നാട്ടാനകളുടെ കാര്യത്തിൽ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരിക എന്ന് പറയുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പിന്നെ വൈൽഡ് ലൈഫ്, അതായത് നമ്മുടെ വനവിസ്തൃതി കൂടുന്നു എന്ന് പറയുന്നത് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയുന്നില്ല. കാരണം നമുക്ക് തന്നെ പല വാർത്തകളും വരുന്നുണ്ട്, പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. വനം കയ്യേറുന്നു, കയ്യേറ്റമായിട്ടുള്ള പല കേസുകളും നമ്മൾ ഹൈക്കോടതി കിടക്കുന്നുണ്ട്. നമുക്ക് ഈ അടുത്തന്നെ അറിയാം, പിന്നെ നമ്മളിവിടെ ചിന്നക്കനാലത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വനഭൂമി കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് വിസ്തൃതി എങ്ങനെ കൂടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ കണക്കുകൾ ആധികാരികമായിട്ട് എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. അതുമാത്രമല്ല, ആനകളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം ഒരു വ്യക്തതയില്ലാത്ത കണക്കുകളാണ് ഇതെല്ലാം. ആനകൾ വർദ്ധിച്ചു എന്ന് പറയുന്നു, പക്ഷേ ആനകൾ കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇത് എല്ലാ രീതിയിലും നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു അനാലിസിസ് നടത്തിയിട്ട് എത്ര ആനകൾ ഈ നമ്മുടെ കാടുകളുണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ കിട്ടിയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടുള്ളൂ ഇതിൽ. മാത്രമല്ല, ഈ ആനകൾക്ക് ഇപ്പം ഈ ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ഇപ്പം എന്താ പറയുക, വനം വിസ്തൃതി കുറഞ്ഞതുകൊണ്ടാവാം. ആനകളുടെ എണ്ണം കൂടണമെന്നില്ല, ആനകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരുന്നു. പക്ഷെ വനം വിസ്തൃതി കുറയുന്നു. അല്ലെങ്കിൽ ഉള്ളിലുള്ള സ്ഥലത്ത് തന്നെ മരങ്ങൾ ആനയ്ക്ക് ഭക്ഷിക്കാനുള്ള രീതിയിലുള്ള പിന്നെ യോഗ്യമായ രീതിയിലുള്ള ചെടികളോ മരങ്ങളോ ഇല്ലാത്തത് കൊണ്ടും അതിന് ഇത് ദൗർബല്യം വരാം. പിന്നെ വയനാട് പോലൊരു സ്ഥലത്ത്, വയനാട് എന്തായാലും നമുക്കറിയാം വനം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പല ടൗണുകളും, ഇടുക്കി പോലെ തന്നെ. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഇത്തരം മൃഗങ്ങൾ ഇറങ്ങാനുള്ള സാധ്യതകൾ ഇനിയുമുണ്ട്. നാളെ ഇതേപോലെ ഇറങ്ങും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ വയനാട് പോലെ സ്ഥലത്ത് ഈ ആന ഇറങ്ങിയ സമയത്ത്, ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന ഇറങ്ങിയ സമയത്ത് ഈ ആനേനെ ഒരു പരിധി വരെ ഇപ്പോൾ വാഴത്തോട്ടത്തിൻ്റെ അപ്പുറത്തെങ്കിലും ഇന്നലെ രാത്രിയെങ്കിലും മാറ്റി നിർത്താൻ സാധ്യമായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യമുണ്ട്. അതിനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ ഒരു ആന വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടുകൾ പൊളിക്കുന്നു, ജനങ്ങളെ കൊല്ലുന്നു, ഇത്തരം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്തരത്തിൽ ആനയൊന്നും ചെയ്യരുതെന്ന് ഒരു മൃഗസ്നേഹിയും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇത് പ്രശ്നം ഇവിടെയാണ്. ഇവരുടെ ഈ മൃഗങ്ങളുടെ അവകാശങ്ങൾ, മൃഗങ്ങളുടെ വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളായാലും നാട്ടുമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളായാലും ഇവർക്കൊക്കെ അവകാശങ്ങളുണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രം അവകാശങ്ങൾ, ഈ അവകാശങ്ങൾ ഇവർക്കും ഉണ്ട്. അപ്പൊ ഇത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, ഈ മയക്കുവെടി വയ്ക്കുന്ന കാര്യം പറഞ്ഞു. മയക്കുവെടി വെക്കേണ്ട സിറ്റുവേഷനിൽ വെക്കാം, ശരിയാണ്, വെക്കേണ്ട സിറ്റുവേഷനിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം പക്ഷേ ഇതിന് വേറെ വഴികൾ, ഏതെങ്കിലും ഒരു വഴി നമുക്ക് അതിന് പിന്നെ വ്യക്തമായ ഇതിൽ എക്സ്പെർട്ടുകളെ വെച്ചിട്ട് ആനകളെ മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതും അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടതും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എല്ലാം ചെയ്യേണ്ടത് വനം വകുപ്പും പിന്നെ നമ്മുടെ സർക്കാരുമാണ്. അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട വനമന്ത്രിയോട്. കാരണം ഇതിൽ വ്യക്തമായ ഇനിയെങ്കിലും ഇങ്ങനൊരു എന്താ പറയുക, നമുക്ക് ആർക്കും ഇതിനെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആർക്കും ഇതിനെ പിന്നെ വളരെ സിമ്പിളായിട്ടാ ഒരു കാട്ടാന പിന്നെ ചെരിഞ്ഞു പോയി അത് അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും എന്ന് എനിക്ക് മനസ്സാക്ഷിയിൽ ആരും വിചാരിക്കില്ല. അത് മൃഗസ്നേഹി ആവണമെന്നൊന്നുമില്ല. അത്ര ദൗർഭാഗ്യമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കരുത്. അതിനുവേണ്ടി നമ്മൾ എന്ത് മെഷറും എടുക്കണം, അതായിരിക്കണം. അല്ലാതെ ഇത് വെറുതെ നമ്മൾ ചർച്ച ചെയ്തിട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. പ്രതിവാദങ്ങൾ കൊണ്ട് കാര്യമില്ല. ഇതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണം. വനം വകുപ്പിൽ ഒരുപാട് ഉദ്യോഗസ്ഥർ വെറുതെ ഇരിക്കുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ്. ഇവിടെ സുഖമാണ് അവർക്ക് ജീവിതം. ഒരുപാട് CCFമാരും PCCFമാരും ഒക്കെ ഇരിപ്പുണ്ട്. നമ്പർ കൂടുതലാണ്. അവരെയൊക്കെ ഈ വിഷയം ഒന്ന് പരിഹരിക്കാൻ, അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ മന്ത്രി തന്നെ മുൻകൈയെടുത്ത് അവരെയൊക്കെ ഒന്ന് ഫീൽഡിലേക്ക് ഇറക്കണം എന്നൊരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഡോക്ടർ ഈശ്വരൻ, ഇതിൽ എന്താണ് ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം? ഇത് പരിഹരിക്കാൻ പറ്റുമോ അതോ അപരിഹാര്യമായിട്ടുള്ളൊരു പ്രശ്നമാണോ ഇത്? ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് മൃഗങ്ങളും മനുഷ്യരും എന്താ പറയുക ഒരു പരസ്പര ധാരണയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പരിഹാരം. പക്ഷേ എന്ന് പറയുന്നതിനർത്ഥം മൃഗങ്ങളെ നമ്മൾ അവരുടെ സൗകര്യത്തിന് വിടുക എന്നുള്ളതല്ല. ഇതില് ഒരു പ്രധാന കാര്യം, ഒന്ന് ഈ മൃഗങ്ങളുടെ ആരോഗ്യം, ഇത് മൃഗസംരക്ഷണ വകുപ്പാണോ വനം വകുപ്പാണോ അങ്ങനെയുള്ള ഒരു ക്ലാരിറ്റിയുടെ കുറവ് ഇപ്പോൾ വളരെ കൂടുതലുണ്ട്. കാരണം ഞങ്ങളൊക്കെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഇവിടെ ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടേഷനിൽ വരുന്ന വെറ്ററിനറി ഡോക്ടർമാരുടെ എക്സ്പെർട്ടൈസ് കുറവാണ്. കുറച്ചു കാലമാണ് വർക്ക് ചെയ്യുമ്പോൾ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് അവരൊക്കെ എങ്ങ് തിരിച്ചു പോകും, അല്ലെങ്കിൽ തിരിച്ചു പോകാൻ നിർബന്ധിതരാവും.
അപ്പൊ ഇതൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, വനം വകുപ്പ് ഒരു കാലത്ത് വനസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സംരക്ഷണവും മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ സംരക്ഷണമാണ്. കൂട്ടത്തിൽ മൃഗങ്ങൾ സ്വാഭാവികമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്, അല്ലെങ്കിൽ പോച്ചിങ് തടയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് മാറിയിട്ട് ഈ മൃഗസംരക്ഷണം എന്ന് പറയുന്ന ആനിമൽ മാനേജ്മെന്റ്, ആനിമൽസിന്റെ ബിഹേവിയറും മാനേജ്മെന്റും ഒക്കെ ഉൾപ്പെടെയുള്ള മൃഗസംരക്ഷണം കൂടി വനംവകുപ്പ് കുറെ കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്കാണ്. കാരണം ആനിമൽ മാനേജ്മെന്റ് നടത്തുന്നില്ല, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ മാത്രം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അപ്പോ അതുപോലെ ഇൻവേസീവ് സ്പീഷീസിന്റെ കാര്യം പറഞ്ഞത് ശരിയാണ്, ഭക്ഷണ ലഭ്യതയുമായിട്ട് അതിന് നേരിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ ചില ചെടികൾ ഭക്ഷണമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അതിലുപരി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ആ ഒരു ലഭ്യമായ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊന്നും നമ്മളിപ്പോൾ പഠനവിധേയമാക്കുന്നില്ല. ഇതൊക്കെ നാട്ടിൽ പഠനവിധേയങ്ങളാകുന്നുണ്ടെങ്കിൽ പോലും കാട്ടില് അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം, ലഭ്യമായ ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരത്തെ പറ്റി ഒരു പഠനത്തിന്റെയും അല്ലെങ്കിൽ അതിനൊരു ഇന്റർവെൻഷന്റെ ഒരു ആവശ്യമുണ്ട്. അതോടൊപ്പം കാടിന് തൊട്ട് വെളിയിലുള്ള ഭൂമിയുടെ ഉപയോഗത്തിൽ വന്ന വലിയൊരു മാറ്റം, പഴയ കാലത്ത് ഇല്ലാത്ത രീതിയിൽ വാഴകൃഷി പോലുള്ള കാര്യങ്ങൾ. അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് വളവും പ്രത്യേകിച്ച് ഈ മൈക്രോന്യൂട്രിയൻസ് പോലുള്ള സാധനങ്ങൾ ഇട്ട് വളർത്തുന്ന ചെടികൾ വളരെയധികം ഭക്ഷണ മൂല്യമുള്ളതാണ്, ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. ഇതൊക്കെ മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പറയുന്നത്. അവർ ഏറ്റവും കുറച്ച് സമയത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ എന്താ പറയുക കഴിവുള്ള ജീവികളാണ്. അപ്പൊ അതും പുറത്തേക്ക് പോയി ആകർഷിക്കുന്നതിലേക്ക് ഒരു കാര്യം. മറ്റൊന്ന്, വനവിസ്തൃതിയുടെ ഭൂമിയുടെ അളവ് കുറയുന്നില്ലെങ്കിൽ കൂടി ആ ഭൂമിയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റം എഫക്റ്റീവായിട്ട് മൃഗങ്ങൾക്ക് കിട്ടുന്ന ഭൂമിയുടെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്. ടൂറിസം, അകത്ത് കയറി ഒരുപാട് ടൂറിസം നടക്കുന്നുണ്ട്, കോറകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിന്റെ ശബ്ദവും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കാടിന്റെ വലിയൊരു ഭാഗം മൃഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി കൂടിക്കഴിഞ്ഞ് കിടക്കുന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഈ ചർച്ചകൾ ഇവിടെ അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു തുടർ നടപടി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം ചർച്ചകൾ കൂടുതൽ വ്യാപകമായിട്ട് നടത്തുകയും അതിന്റെ ഒരു ഫലമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, പ്രശ്നങ്ങൾ ഒഴിവാക്കുമ്പോൾ തന്നെ മൃഗങ്ങൾ അകത്ത് തന്നെ നിൽക്കും. അപ്പൊ അതിന് കൂടുതലൊരു ഊന്നൽ നൽകിക്കൊണ്ട് മൃഗപരിപാലനം കൂടി, അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ്, അതിന് പരിപാലനം എന്ന് പറയാൻ പാടില്ല, മാനേജ്മെന്റ് എന്ന് പറയുന്നത് പക്ഷെ എണ്ണം കുറയ്ക്കേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കോറിഡോർ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് മൃഗങ്ങൾക്ക് മറ്റു പല ഭാഗത്തേക്കും സ്വയം യാത്ര ചെയ്ത് കൂടുതൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ചിൽ കൂടി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ. മൃഗങ്ങൾ കാട്ടിലും മനുഷ്യന്റെ നാട്ടിലും നിൽക്കും, വലിയ കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാം. സുരേഷ് ബാബു വക്കീലെ, ഇപ്പോൾ കർണാടക വനം മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഈ തണ്ണീർക്കൊമ്പനെ ബ്രാൻഡ് ചെയ്തത് ശരിയായില്ല, ആനകളെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല, കർണാടകത്തിൻ്റേത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചയച്ചത് ശരിയായില്ല, നമ്മുടെ ശശീന്ദ്രൻ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, അതിനായിരിക്കണം വനം മന്ത്രി മുൻകൈ എടുക്കേണ്ടത്. എൻ്റെ അഭ്യർത്ഥന കൂടി ഒന്ന് പരിഗണിക്കണം താങ്കൾ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, നാളെ തന്നെ ഞാൻ മന്ത്രിയെ കാണാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗപ്പെടുത്തി ഈ അഭ്യർത്ഥനപ്പെടുക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്ന ഒരാളാണ്. അത് കർണാടകത്തിൻ്റെ ആന, തമിഴ്നാട്ടിൻ്റെ ആന, കേരളത്തിൻ്റെ ആന എന്നൊന്നും ബ്രാൻഡ് ചെയ്യുന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല. ഇത് പക്ഷേ സമഗ്രമായ ഒരു അന്വേഷണം വേണം. നേരത്തെ ഒരു മാന്യദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, കാട്ടാന നാട്ടിലിറങ്ങിയാൽ അതിനെ പിടിച്ച് നാട്ടാനയാക്കി മാറ്റി നാട്ടാനയുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കണമെന്ന നിർദ്ദേശത്തിനോടും ഞാൻ യോജിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ നിയമം അത് അനുവദിക്കുന്നില്ല. അത് നിയമത്തിൽ ഭേദഗതി വരുത്തണം. അതൊരു സെൻട്രൽ ആക്റ്റാണ്. സെൻട്രൽ ആക്ടിലെ ഭേദഗതിയിലൂടെ മാത്രമേ ഇത്തരമൊരു പരിവർത്തനത്തിന് സാധ്യതയുള്ളൂ. പക്ഷേ നല്ലൊരു പരിഹാര മാർഗമാണ്. ഇവിടെ ധാരാളം ആനയ പ്രേമികളുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഒരു ആന എന്നുള്ളത് ഒരു ഐശ്വര്യത്തിൻ്റെ, പ്രൗഢിയുടെ ഒക്കെ ആണ്. ആനയുള്ള വീട്ടിൽ BMW കാറുള്ള പോലെ ആന എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൗഢിയുടെയും കൂടി ലക്ഷണമാണ്. അതുകൊണ്ട് അതിനൊക്കെ തയ്യാറുള്ള ജനങ്ങളുണ്ട്. അത് കൊടുക്കാൻ പറ്റുന്ന നിയമം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കൂടി, അല്ലെങ്കിൽ ഒരു ശ്രമം കൂടി നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ശ്രീ അനിൽ നമ്പ്യാരുടെ നിർദ്ദേശം കഴിയുമ്പോഴേക്കും നാളെ തന്നെ മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് ഞാൻ താങ്കൾക്ക് ഉറപ്പ് നൽകുന്നു. ഓക്കെ, അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് ആനകളെ നന്നായിട്ട് പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ മാനിക്കണം. എന്തായാലും മനുഷ്യർക്ക് മനസ്സമാധാനം വേണം, മൃഗങ്ങൾക്കും മനസ്സമാധാനം വേണം.
അതിന് അനുസൃതമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കണം. അതിനായിരിക്കണം ഭരണകൂടം തയ്യാറാവേണ്ടത്. വളരെയധികം നന്ദി ഡോക്ടർ EK ഈശ്വരൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് രമേശ് മേനോൻ, അഡ്വക്കേറ്റ് രാജേഷ് പൊല്ലാട്ട്, അതുപോലെ പീലിലെ അംഗമായ രാജേഷ് വടക്കന്തറ, വിവേക് K വിശ്വനാഥ് ഈ ചർച്ച സജീവമാക്കിയതിന്, സാർത്ഥകമാക്കിയതിന്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം പ്രേക്ഷകർ.